നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി സൗഭാഗ്യങ്ങളും ധനവർദ്ധനവും മനസമാധാനവും എല്ലാം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അനുവർത്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാവുന്നതാണ്. അപ്പോൾ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. പടിഞ്ഞാറോട്ട് നോക്കിയിരുന്ന് ഭക്ഷണം കഴിച്ചാൽ സമ്പത്ത് വർദ്ധിക്കുന്നതാണ്. പടിഞ്ഞാറ് ദർശനമായിരുന്ന് ഭക്ഷണം കഴിച്ചാൽ. അതുപോലെ തന്നെ വിളക്കിൽ 5 തിരിയിട്ട് കത്തിച്ചാൽ സർവ്വ പീഡകളും മാറുന്നതാണ്. നമ്മൾ നിലവിളക്ക് കത്തിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കത്തിച്ച് നോക്കുക. 3 തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുകയാണെങ്കിൽ പുത്രസുഖം കിട്ടുന്നതാണ്. 4 തിരി ഇട്ട് കത്തിച്ചാൽ പശു, ഭൂമി, സമ്പത്ത് എന്നിവയൊക്കെ വർദ്ധിക്കാൻ ഇടയാവുന്നതാണ്. 2 തിരിയിട്ട് കത്തിച്ചാൽ കുടുംബത്തിൽ ഒരുമയും സന്തോഷവും എല്ലാം വർദ്ധിക്കുന്നതാണ്. കഞ്ഞിയുടെ തിരി കൊണ്ട് വിളക്ക് കത്തിച്ചാൽ സർവ്വ നന്മകളും വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗ്രഹണത്തിന് തലേന്നും പിറ്റേന്നും ശുഭകാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല. കനകധാര സ്തോത്രം ചൊല്ലുകയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ഐശ്വര്യവും അനുഗ്രഹവും എല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങൾ സൗന്ദര്യ ലഹരി എന്ന മന്ത്രം ചൊല്ലുകയാണെങ്കിൽ അത്ഭുത ശക്തികൾ തന്നെ നിങ്ങളറിയാതെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. മുത്തുമാരിയമ്മയെ വണങ്ങിയാൽ ദൃഷ്ടിദോഷം അകലുന്നതാണ്. തിരുച്ചെന്തൂര് ഉള്ള മുരുകനെ പ്രാർത്ഥിച്ചാൽ, മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ശത്രുദോഷം അകലുന്നതാണ്. വെങ്കടാചലപതിയെ പ്രാർത്ഥിച്ചാൽ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ആഞ്ജനേയനെ പ്രാർത്ഥിച്ചാൽ ശനിദോഷം മാറുന്നതാണ്. സരസ്വതിയെ പ്രാർത്ഥിച്ചാൽ വിദ്യാലാഭം ഉണ്ടാവുന്നതാണ്. ശിവനെ പ്രാർത്ഥിച്ചാൽ ദീർഘായുസ് ലഭിക്കുന്നതാണ്. വിളക്കെണ്ണ കൊണ്ട് ക്ഷേത്രത്തിൽ ദീപം കത്തിച്ചാൽ കുട്ടികൾ ഇല്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നതാണ്. ഗ്രഹണകാലങ്ങളിൽ ഒരിക്കലും ആഹാരം കഴിക്കരുത്. ഗ്രഹണകാലങ്ങളിൽ ഒരിക്കലും ഉറങ്ങാനും പാടില്ല. ഗ്രഹണ സമയത്ത് ജപം ചെയ്യുന്നത് വളരെ ഉചിതമാണ്. ഇടത് കൈയിൽ എണ്ണ തേച്ചാൽ പുത്രനാശം ഉണ്ടാകുന്നതാണ്. നടന്നുകൊണ്ട് സ്ത്രീകൾ ഒരിക്കലും മുടി കോതുവാൻ പാടില്ല. അന്യർ ഉപയോഗിച്ച മാല, വസ്ത്രങ്ങൾ, ചെരുപ്പ് എന്നിവ ഉപയോഗിക്കരുത്. അത് നാശമാണ് ഉണ്ടാക്കുന്നത്. പശുവിനെ കാലുകൊണ്ട് തൊഴിക്കുക, അടിക്കുക, പട്ടിണിക്കിടുക ഇതെല്ലാം പാപമാണ്. വിരുന്ന് കൊടുക്കുവാനും ഉണ്ണാനും തിങ്കൾ, ബുധൻ, വെള്ളി, ശനി എന്നീ ദിവസങ്ങൾ വളരെ നല്ലതാണ്. വടക്ക് നോക്കിയിരുന്ന് ഭക്ഷണം ഒരിക്കലും കഴിക്കരുത്. തെക്ക് നോക്കിയിരുന്ന ഭക്ഷണം കഴിച്ചാൽ പുകഴും പ്രശസ്തിയും ഉണ്ടാവുന്നതാണ്. സുമംഗലി പൂജ ചെയ്താൽ സൗഭാഗ്യം ഉണ്ടാവുന്നതാണ്. വൃക്ഷങ്ങൾ നട്ടാൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാവുന്നതാണ്. കുളം വെട്ടിയാൽ കടം തീരുന്നതായിട്ടൊരു പഴമൊഴിയുണ്ട്. കോവിലൊക്കെ വൃത്തിയാക്കിയിട്ടാൽ അത് ദൈവാനുഗ്രഹത്തിന് ഇടയാകും. മന്ത്രങ്ങൾ മനഃപ്പാഠം ചെയ്താൽ സമ്പത്ത് ഉണ്ടാകുന്നതാണ്. യാഗം നടത്തിയാൽ പാപം പോകുന്നതാണ്. ക്ഷേത്രം കെട്ടിയാൽ നമ്മൾക്കൊരിക്കലും പുനർജന്മം ഉണ്ടാവില്ല. ധർമ്മം ചെയ്താൽ മനോരോഗം മാറുന്നതാണ്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞാൽ പുതുവസ്ത്രങ്ങൾ വീണ്ടും വീണ്ടും വന്നു ചേരുന്നതാണ്. അന്നദാനം ചെയ്താൽ ദാരിദ്ര്യവും കടവും തീരുന്നതാണ്. ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഇനിയും നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.